നമസ്കാരം. സക്സസ് പാത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറിയത് ഏത് ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ്? വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറിയത് ഏത് ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ്? 86ാം ഭേദഗതി. 86ാം ഭേദഗതി അനുസരിച്ചാണ് വിദ്യാഭ്യാസം മൗലികാവകാശമായി മാറിയത്. 1000 ദ്വീപുകളുടെ നാട് എന്നറിയപ്പെടുന്നത് ഇന്തോനേഷ്യ. 1000 ദ്വീപുകളുടെ നാട് ഇന്തോനേഷ്യ. ലോകബാങ്കിൻ്റെ ആസ്ഥാനം. ലോകബാങ്കിൻ്റെ ആസ്ഥാനം വാഷിംഗ്ടൺ. ലോകബാങ്കിൻ്റെ ആസ്ഥാനം. ശാന്തിനികേതൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ശാന്തിനികേതൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ശാന്തിനികേതൻ സ്ഥിതി ചെയ്യുന്നത് പശ്ചിമ ബംഗാളിലാണ്. ഒറീസയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി. ഒറീസയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി മഹാനദി. ഒറീസയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദിയാണ് മഹാനദി. ISROയുടെ ആദ്യത്തെ അന്യഗ്രഹ ദൗത്യം. ISROയുടെ ആദ്യത്തെ അന്യഗ്രഹ ദൗത്യം. ശ്രദ്ധിക്കുക, അന്യഗ്രഹമാണ് മംഗൾയാൻ. ISROയുടെ ആദ്യ അന്യഗ്രഹ ദൗത്യം മംഗൾയാൻ. ചന്ദ്രയാൻ ഉപഗ്രഹമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതി. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതി പ്രതിഭ പാട്ടീൽ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതി പ്രതിഭ പാട്ടീൽ. ഏറ്റവും കൂടുതൽ നിയമസഭാ അംഗങ്ങളുള്ളത്. ഏറ്റവും കൂടുതൽ നിയമസഭാ അംഗങ്ങളുള്ളത് ഉത്തർപ്രദേശ്. ഏറ്റവും കൂടുതൽ നിയമസഭാ അംഗങ്ങളുള്ളത് ഉത്തർപ്രദേശ്. സുപ്രീം കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം. സുപ്രീം കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 65. സുപ്രീം കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 65. സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ P. സതീദേവി. സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ നിലവിൽ P. സതീദേവിയാണ് കേരളത്തിൻ്റെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ. P. സതീദേവി. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആര്? ചലന നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ സർ ഐസക് ന്യൂട്ടൺ. സർ ഐസക് ന്യൂട്ടനാണ് ചലന നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ. ആസിഡുകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ആസിഡ് ഏത്? ആസിഡുകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ആസിഡ് സൾഫ്യൂരിക് ആസിഡ്. ആസിഡുകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ആസിഡ് സൾഫ്യൂറിക് ആസിഡ്. ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ഏറ്റവും ചെറിയ കണിക ഏത്? ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ഏറ്റവും ചെറിയ കണിക ആറ്റം. ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ദോലന ചലനത്തിന് ഉദാഹരണം താഴെ പറയുന്നവയിൽ ഏതാണ്? ദോലന ചലനത്തിന് ഉദാഹരണം ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനം. ക്ലോക്കിലെ പെൻഡുലത്തിൻ്റെ ചലനമാണ് ദോലന ചലനത്തിന് ഉദാഹരണം. ഒരു പദാർത്ഥത്തിൻ്റെ താപനില എന്നത് അതിൻ്റെ തന്മാത്രകളുടെ ശരാശരി ഏത് ഊർജത്തിൻ്റെ അളവാണ്? ഒരു പദാർത്ഥത്തിൻ്റെ താപനില എന്നത് അതിൻ്റെ തന്മാത്രകളുടെ ശരാശരി ഏത് ഊർജത്തിൻ്റെ അളവാണ്? ഗതികോർജം. ഒരു പദാർത്ഥത്തിൻ്റെ താപനില എന്നത് അതിൻ്റെ തന്മാത്രകളുടെ ശരാശരി ഏത് ഊർജത്തിൻ്റെ അളവാണ്? ഗതികോർജം. വായുവിലൂടെ പ്രകാശത്തിൻ്റെ വേഗത എത്ര? വായുവിലൂടെ പ്രകാശത്തിൻ്റെ വേഗത 3×10⁸ മീറ്റർ/സെക്കൻഡ് ആണ്. വായുവിലൂടെ പ്രകാശത്തിൻ്റെ വേഗത 3×10⁸ മീറ്റർ/സെക്കൻഡ്. ഖരപദാർത്ഥങ്ങളിലൂടെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് ഏത് പ്രക്രിയ വഴിയാണ്? ഖരപദാർത്ഥങ്ങളിലൂടെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് ഏത് പ്രക്രിയ വഴിയാണ്? ചാലനം. ഖരപദാർത്ഥങ്ങളിലൂടെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് ചാലനം വഴിയാണ്. ഇലക്ട്രോൺ എന്ന കണികയുടെ വൈദ്യുത ചാർജ് ഏത്? ഇലക്ട്രോൺ എന്ന കണികയുടെ വൈദ്യുത ചാർജ് നെഗറ്റീവാണ്.
ഇലക്ട്രോൺ എന്ന കണികയുടെ വൈദ്യുത ചാർജ് നെഗറ്റീവാണ്. ഇലക്ട്രോൺ എന്ന കണികയുടെ വൈദ്യുത ചാർജ് നെഗറ്റീവാണ്. സ്ഥിതി വൈദ്യുത ചാർജിന്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏത്? സ്ഥിതി വൈദ്യുത ചാർജിന്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഇലക്ട്രോസ്കോപ്പ്. സ്ഥിതി വൈദ്യുത ചാർജിന്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ഇലക്ട്രോസ്കോപ്പ്. ഉപ്പിന്റെ രാസനാമം എന്ത്? ഉപ്പിന്റെ രാസനാമം സോഡിയം ക്ലോറൈഡ്. ഉപ്പിന്റെ രാസനാമമാണ് സോഡിയം ക്ലോറൈഡ്. ഉപ്പിന്റെ രാസനാമം സോഡിയം ക്ലോറൈഡ്. ഒരു സസ്യകലയിൽ നിന്ന് ഒരേ ഇനത്തിൽപ്പെട്ട അനേകം സസ്യങ്ങളെ വികസിപ്പിച്ചെടുക്കുന്ന രീതിയാണ് ടിഷ്യൂ കൾച്ചർ. ഒരു സസ്യകലയിൽ നിന്ന് ഒരേ ഇനത്തിൽപ്പെട്ട അനേകം സസ്യങ്ങളെ വികസിപ്പിച്ചെടുക്കുന്ന രീതിയാണ് ടിഷ്യൂ കൾച്ചർ. സ്കർവി എന്ന രോഗമുണ്ടാകുന്നത് ഏത് ജീവകത്തിന്റെ കുറവ് മൂലമാണ്? സ്കർവി എന്ന രോഗം ജീവകം സി. സ്കർവി എന്ന രോഗം ഉണ്ടാകുന്നത് ജീവകം സിയുടെ കുറവ് മൂലമാണ്. സ്കർവി ജീവകം സിയുടെ കുറവ് മൂലം. കൊതുക് പരത്തുന്ന ഒരു രോഗമാണ്. തന്നിരിക്കുന്നവയിൽ കൊതുക് പരത്തുന്ന ഒരു രോഗം മന്ത് ആണ്. കൊതുക് പരത്തുന്ന ഒരു രോഗമാണ് മന്ത്. കൊതുക് പരത്തുന്ന ഒരു രോഗമാണ് മന്ത്. ഒരു കോശത്തിലെ ഊർജ നിർമ്മാണ കേന്ദ്രം. ഒരു കോശത്തിലെ ഊർജ നിർമ്മാണ കേന്ദ്രം മൈറ്റോകോൺട്രിയ. ഒരു കോശത്തിലെ ഊർജ നിർമ്മാണ കേന്ദ്രം മൈറ്റോകോൺട്രിയ ആണ്. ഒരു കോശത്തിലെ ഊർജ നിർമ്മാണ കേന്ദ്രം മൈറ്റോകോൺട്രിയ. സൂര്യപ്രകാശം പതിക്കുമ്പോൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജീവകം ജീവകം ഡി. സൂര്യപ്രകാശം പതിക്കുമ്പോൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജീവകം ജീവകം ഡി. ഒരു ആഹാര ശൃംഖലയിലെ ആദ്യത്തെ കണ്ണി. ഒരു ആഹാര ശൃംഖലയിലെ ആദ്യത്തെ കണ്ണി സസ്യങ്ങൾ. ഒരു ആഹാര ശൃംഖലയിലെ ആദ്യത്തെ കണ്ണി സസ്യങ്ങൾ. ജലദോഷത്തിന് കാരണമായ രോഗാണു വൈറസ്. ജലദോഷത്തിന് കാരണമായ രോഗാണു വൈറസ്. മലിനമായ ആഹാരം, ജലം എന്നിവയിലൂടെ പകരുന്ന രോഗം കോളറ. മലിനമായ ആഹാരം, ജലം എന്നിവയിലൂടെ പകരുന്ന രോഗമാണ് കോളറ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ജീവകം കെ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം ജീവകം കെ. ഇത് ഓർത്തിരിക്കാൻ വേണ്ടിയിട്ട് രക്തം കട്ട പിടിക്കുന്നു. കട്ട ക. കട്ടയുടെ കായ എടുത്തിട്ട് കെ ആയിട്ട് കൂട്ടിയാൽ മതി. രക്തം കട്ട പിടിക്കാൻ സഹായിക്കുന്ന ജീവകം ജീവകം കെ. ഒർണിത്തോളജി ഏതിനം ശാസ്ത്രശാഖയാണ്? ഒർണിത്തോളജി. ഒർണിത്തോളജി പക്ഷികളെ കുറിച്ചുള്ള പഠനമാണ്. ഒർണിത്തോളജി പക്ഷികളെ കുറിച്ചുള്ള പഠനം. ഒർണിത്തോളജി പക്ഷികളെ കുറിച്ചുള്ള പഠനം. അയിത്തക്കാർ ഇതിനപ്പുറം പ്രവേശിക്കാൻ പാടില്ല. ഒരു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ബോർഡിലെ വാചകങ്ങളാണിവ. ഏതാണ് ആ സത്യാഗ്രഹം? അയിത്തക്കാർ ഇതിനപ്പുറം പ്രവേശിക്കാൻ പാടില്ല. വൈക്കം സത്യാഗ്രഹം. അയിത്തക്കാർ ഇതിനപ്പുറം പ്രവേശിക്കുവാൻ പാടില്ല എന്നത് വൈക്കം സത്യാഗ്രഹത്തോട് ബന്ധപ്പെട്ട ബോർഡിലെ വാചകങ്ങളായിരുന്നു. കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭമാണ് ആറ്റിങ്ങൽ കലാപം. കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭം ആറ്റിങ്ങൽ കലാപം. ആറ്റിങ്ങൽ കലാപം. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടിന്റെ കർത്താവ് ആര്? ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടിന്റെ കർത്താവ് ശ്രീനാരായണ ഗുരു. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ശ്രീനാരായണ ഗുരു. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ശ്രീനാരായണ ഗുരു. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് കുഞ്ഞൻ പിള്ള. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് കുഞ്ഞൻ പിള്ള. മന്നത്ത് പത്മനാഭൻ സ്ഥാപിച്ച നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ പേര് എന്തായിരുന്നു? നായർ സർവീസ് സൊസൈറ്റി. നായർ
സമുദായ ഭൃത്യജന സംഘം. നായർ സമുദായ ഭൃത്യജന സംഘം. മന്നത്ത് പത്മനാഭൻ സ്ഥാപിച്ച നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ പേര് നായർ സമുദായ ഭൃത്യജന സംഘം. ഈഴവ മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങൾക്ക് ന്യായമായ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന് വേണ്ടി നടന്ന സമരം. നിവർത്തന പ്രക്ഷോഭം. ഈഴവ മുസ്ലിം ക്രിസ്ത്യൻ സമുദായങ്ങൾക്ക് ന്യായമായ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിന് വേണ്ടി നടന്ന സമരമാണ് നിവർത്തന പ്രക്ഷോഭം. നിവർത്തന പ്രക്ഷോഭം. മുസ്ലിം സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ മുസ്ലിം ഐക്യസംഘം എന്ന സംഘടന സ്ഥാപിച്ചത് ആര്? മുസ്ലിം സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ മുസ്ലിം ഐക്യസംഘം എന്ന സംഘടന സ്ഥാപിച്ചത് ആര്? വക്കം മൗലവി. മുസ്ലിം സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ മുസ്ലിം ഐക്യസംഘം എന്ന സംഘടന സ്ഥാപിച്ചത് വക്കം മൗലവി. പാലക്കാട് ജില്ലയിലെ സൈലന്റ് വാലിയുടെ പഴയ പേര്. സൈലന്റ് വാലിയുടെ പഴയ പേര് സൈരന്ധ്രി വനം. പാലക്കാട് ജില്ലയിലെ സൈലന്റ് വാലിയുടെ പഴയ പേര് സൈരന്ധ്രി വനം. ലോകത്തിലെ ഏറ്റവും പ്രായം ചെന്ന തേക്കു പ്ലാന്റേഷനായ നിലമ്പൂർ ഏത് ജില്ലയിലാണ്? ലോകത്തിലെ ഏറ്റവും പ്രായം ചെന്ന തേക്കു പ്ലാന്റേഷനായ നിലമ്പൂർ മലപ്പുറം. ലോകത്തിലെ ഏറ്റവും പ്രായം ചെന്ന തേക്കു പ്ലാന്റേഷനായ നിലമ്പൂർ മലപ്പുറം. ഉണ്ണിയച്ചി ചരിതം, ഉണ്ണിച്ചിരുതേയി ചരിതം, ഉണ്ണിയാടി ചരിതം ഇവ ഏത് സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു? ചമ്പുക്കൾ. ഉണ്ണിയച്ചി ചരിതം, ഉണ്ണിച്ചിരുതേയി ചരിതം, ഉണ്ണിയാടി ചരിതം ഏതൊക്കെയാണ്? ഉണ്ണിയച്ചി ചരിതം, ഉണ്ണിച്ചിരുതേയി ചരിതം, ഉണ്ണിയാടി ചരിതം ഇവ ചമ്പുക്കൾ എന്ന സാഹിത്യ വിഭാഗത്തിൽ പെടുന്നു. ഉണ്ണിയച്ചി ചരിതം, ഉണ്ണിച്ചിരുതേയി ചരിതം, ഉണ്ണിയാടി ചരിതം ചമ്പുക്കൾ. 2001 യുനെസ്കോയുടെ അംഗീകാരം നേടിയ കേരളീയ കലാരൂപം ഏത്? 2001 യുനെസ്കോയുടെ അംഗീകാരം നേടിയ കേരളീയ കലാരൂപം കൂടിയാട്ടം. 2001 യുനെസ്കോയുടെ അംഗീകാരം നേടിയ കേരളീയ കലാരൂപം കൂടിയാട്ടം. ഭാഷാഷ്ടപദി എന്ന കൃതിയുടെ കർത്താവ് ആര്? ഭാഷാഷ്ടപദി എന്ന കൃതിയുടെ കർത്താവ് ആര്? രാമപുരത്തു വാര്യർ. ഭാഷാഷ്ടപദി രാമപുരത്തു വാര്യർ. നക്ഷത്ര ബംഗ്ലാവിന്റെ സ്ഥാപകനായ ഭരണാധികാരി ആര്? സ്വാതി തിരുനാൾ. നക്ഷത്ര ബംഗ്ലാവിന്റെ സ്ഥാപകനായ ഭരണാധികാരി സ്വാതി തിരുനാൾ. നക്ഷത്ര ബംഗ്ലാവിന്റെ സ്ഥാപകൻ സ്വാതി തിരുനാൾ. കേരളത്തിലെ ആദ്യ അക്വാട്ടിക് സമുച്ചയം സ്ഥിതി ചെയ്യുന്ന ജില്ല? കേരളത്തിലെ ആദ്യ അക്വാട്ടിക് സമുച്ചയം തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യ അക്വാട്ടിക് സമുച്ചയം സ്ഥിതി ചെയ്യുന്ന ജില്ല തിരുവനന്തപുരം. ഇന്ത്യൻ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ് ഇന്ത്യൻ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്. നവംബർ 11 ഇന്ത്യൻ നാഷണൽ എഡ്യൂക്കേഷൻ ഡേ. ഇന്ത്യൻ ദേശീയ വിദ്യാഭ്യാസ ദിനം നവംബർ 11 അത് ആരുടെ ജന്മദിനമാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ്. മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമായ നവംബർ 11 ഇന്ത്യയിൽ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത്. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരളീയൻ. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരളീയൻ ശ്രീനാരായണ ഗുരു. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരളീയൻ ശ്രീനാരായണ ഗുരു. ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ സ്മാരകം ഏത്? ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ സ്മാരകം ഇന്ത്യ ഗേറ്റ്. ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ ഇന്ത്യ ഗേറ്റ്. ഇന്ത്യക്കകത്ത് എത്ര വർഷം സ്ഥിരതാമസമുള്ളയാൾക്കാണ് പൗരത്വത്തിന് അപേക്ഷിക്കുവാൻ അർഹതയുള്ളത്?
ഇന്ത്യക്കകത്ത് എത്ര വർഷം സ്ഥിരതാമസമുള്ളയാൾക്കാണ് പൗരത്വത്തിന് അപേക്ഷിക്കാൻ അർഹതയുള്ളത്? 5 വർഷം. ഇന്ത്യക്കകത്ത് 5 വർഷം സ്ഥിരതാമസമുള്ളയാൾക്ക് പൗരത്വത്തിന് അപേക്ഷിക്കുവാൻ സാധിക്കും. മൗലിക അവകാശങ്ങളിൽ നിന്ന് സ്വകാര്യ സ്വത്തിനുള്ള അവകാശം എടുത്തുമാറ്റിയത് എത്രാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 44-ാമത്. മൗലിക അവകാശങ്ങളിൽ നിന്ന് സ്വകാര്യ സ്വത്തിനുള്ള അവകാശം എടുത്തുമാറ്റിയത് 44-ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. എത്രാമതാണ്? 44. മൗലിക അവകാശങ്ങളിൽ നിന്ന് സ്വകാര്യ സ്വത്തിനുള്ള അവകാശം എടുത്തുമാറ്റി 44-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ. കേരളത്തിൽ സൈനിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വിമാനത്താവളം? വെല്ലിംഗ്ടൺ. കേരളത്തിൽ സൈനിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന വിമാനത്താവളം കൊച്ചി. കൊച്ചിയിലെ വെല്ലിംഗ്ടൺ ഐലൻഡ് എന്നൊരു ഐലൻഡ് ഉണ്ട്, അവിടെയാണ് ഈ വിമാനത്താവളം. കേരളത്തിൽ സൈനികാവശ്യത്തിന് ഉപയോഗിക്കുന്ന വിമാനത്താവളം കൊച്ചിയിലെ വെല്ലിംഗ്ടൺ ആണ്. നമുക്ക് ക്വസ്റ്റ്യൻസ് ആദ്യം തൊട്ട് ഒന്നും കൂടെ ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. വിദ്യാഭ്യാസം മൗലിക അവകാശമായി മാറിയത് ഏത് ഭരണഘടനാ ഭേദഗതി അനുസരിച്ചാണ്? 86-ാം ഭേദഗതി. 1000 ദ്വീപുകളുടെ നാട് എന്നറിയപ്പെടുന്നത് ഇന്തോനേഷ്യ. ലോകബാങ്കിന്റെ ആസ്ഥാനം വാഷിംഗ്ടൺ. ശാന്തിനികേതൻ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാൾ. ഒറീസയുടെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി മഹാനദി. ISROയുടെ ആദ്യ അന്യഗ്രഹ ദൗത്യം മംഗൾയാൻ. ISROയുടെ അന്യഗ്രഹ ദൗത്യമാണ് മംഗൾയാൻ. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതി പ്രതിഭ പാട്ടീൽ. ഏറ്റവും കൂടുതൽ നിയമസഭാ അംഗങ്ങളുള്ളത് ഉത്തർപ്രദേശ്. സുപ്രീം കോടതി ജഡ്ജിമാരുടെ വിരമിക്കൽ പ്രായം 65. സംസ്ഥാന വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ പി. സതീദേവി. ചലന നിയമങ്ങൾ ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ഐസക് ന്യൂട്ടൺ. ആസിഡുകളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ആസിഡ് സൾഫ്യൂറിക് ആസിഡ്. ഒരു പദാർത്ഥത്തിൽ അടങ്ങിയിരിക്കുന്ന ഏറ്റവും ചെറിയ കണിക ആറ്റം. ദോലന ചലനത്തിന് ഉദാഹരണം താഴെ പറയുന്നവയിൽ ഏതാണ്? ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം. ഒരു പദാർത്ഥത്തിന്റെ താപനില എന്നത് അതിലെ തന്മാത്രകളുടെ ശരാശരി ഏത് ഊർജത്തിന്റെ അളവാണ്? ഗതികോർജം. വായുവിലൂടെ പ്രകാശത്തിന്റെ വേഗത എത്ര? 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. ഖരപദാർത്ഥങ്ങളിലൂടെ താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് ഏത് പ്രക്രിയ വഴിയാണ്? ചാലനം. ഇലക്ട്രോൺ എന്ന കണികയുടെ വൈദ്യുത ചാർജ് എന്ത്? നെഗറ്റീവ്. സ്ഥിതിവൈദ്യുത ചാർജിന്റെ സാന്നിധ്യം അറിയാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഇലക്ട്രോസ്കോപ്പ്. ഉപ്പിന്റെ രാസനാമം സോഡിയം ക്ലോറൈഡ്. ഒരു സസ്യകലയിൽ നിന്ന് ഒരേ ഇനത്തിൽപ്പെട്ട അനേകം സസ്യങ്ങളെ വികസിപ്പിച്ചെടുക്കുന്ന രീതിയാണ് ടിഷ്യൂ കൾച്ചർ. സ്കർവി എന്ന രോഗമുണ്ടാകുന്നത് ജീവകം സിയുടെ കുറവ് മൂലം. കൊതുക് പരത്തുന്ന ഒരു രോഗമാണ് മന്ത്. ഒരു കോശത്തിലെ ഊർജ നിർമ്മാണ കേന്ദ്രം മൈറ്റോകോൺട്രിയ. സൂര്യപ്രകാശം പതിക്കുമ്പോൾ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ജീവകം ഡി. ഒരു ആഹാര ശൃംഖലയിലെ ആദ്യത്തെ കണ്ണി. സസ്യങ്ങൾ. ജലദോഷത്തിനു കാരണമായ രോഗാണു വൈറസ്. മലിനമായ ആഹാരം, ജലം എന്നിവയിലൂടെ പകരുന്ന രോഗം കോളറ. രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന ജീവകം. ജീവകം കെ. ഓർണിത്തോളജി ഏതിനം ശാസ്ത്രശാഖയാണ്? പക്ഷികളെക്കുറിച്ചുള്ള പഠനം. അയിത്തക്കാർ ഇതിനപ്പുറം പ്രവേശിക്കാൻ പാടില്ല ഒരു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ബോർഡിലെ വാചകങ്ങളാണിവ. അയിത്തക്കാർ ഇതിനപ്പുറം പ്രവേശിക്കാൻ പാടില്ല ഒരു സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട ബോർഡിലെ വാചകങ്ങളാണിവ. ഏതാണ് സത്യാഗ്രഹം? വൈക്കം സത്യാഗ്രഹം. കേരളത്തിൽ ബ്രിട്ടീഷ് ആധിപത്യത്തിനെതിരെ നടന്ന ആദ്യ സംഘടിത പ്രക്ഷോഭം ആറ്റിങ്ങൽ കലാപം. ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ടിന്റെ കർത്താവ് ശ്രീനാരായണ ഗുരു. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് കുഞ്ഞൻ പിള്ള. മന്നത്ത് പത്മനാഭൻ സ്ഥാപിച്ച നായർ സർവീസ് സൊസൈറ്റി NSSന്റെ ആദ്യത്തെ പേര് നായർ സമുദായ ഭൃത്യജന സംഘം. ഈഴവ, മുസ്ലിം, ക്രിസ്ത്യൻ സമുദായങ്ങൾക്ക് ന്യായമായ പ്രാതിനിധ്യം ഉറപ്പാക്കുന്നതിനു വേണ്ടി നടന്ന സമരം നിവർത്തന പ്രക്ഷോഭം. മുസ്ലിം സമുദായത്തിലെ അനാചാരങ്ങൾക്കെതിരെ മുസ്ലിം ഐക്യ സംഘം എന്ന സംഘടന സ്ഥാപിച്ചത് വക്കം മൗലവി. പാലക്കാട് ജില്ലയിലെ സൈലന്റ് വാലിയുടെ പഴയ പേര് സൈരന്ധ്രി വനം.
ലോകത്തിലെ ഏറ്റവും പ്രായം ചെന്ന തേക്കു പ്ലാന്റേഷനായ നിലമ്പൂർ മലപ്പുറം ജില്ലയിലാണ്. ഉണ്ണിയച്ചി ചരിതം, ഉണ്ണിച്ചിരുതേയി ചരിതം, ഉണ്ണിയാടി ചരിതം ഇവ ഏത് സാഹിത്യ വിഭാഗത്തിൽപ്പെടുന്നു? ചമ്പുക്കൾ. 2001 യുനെസ്കോയുടെ അംഗീകാരം നേടിയ കേരളീയ കലാരൂപം കൂടിയാട്ടം. ഭാഷാഷ്ടപദി എന്ന കൃതിയുടെ കർത്താവ് രാമപുരത്ത് വാര്യർ. നക്ഷത്ര ബംഗ്ലാവിന്റെ സ്ഥാപകനായ ഭരണാധികാരി സ്വാതി തിരുനാൾ. കേരളത്തിലെ ആദ്യ അക്വാട്ടിക് സമുച്ചയം തിരുവനന്തപുരം. ഇന്ത്യൻ ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ്? മൗലാന അബ്ദുൽ കലാം ആസാദ് എന്ന് നവംബർ 11. തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ കേരളീയൻ ശ്രീനാരായണ ഗുരു. ഓൾ ഇന്ത്യ വാർ മെമ്മോറിയൽ എന്നറിയപ്പെട്ടിരുന്ന ഇന്ത്യൻ സ്മാരകം ഇന്ത്യ ഗേറ്റ്. ഇന്ത്യക്കകത്ത് എത്ര വർഷം സ്ഥിരതാമസമുള്ളയാൾക്കാണ് പൗരത്വത്തിന് അപേക്ഷിക്കുവാൻ അർഹതയുള്ളത്? 5 വർഷം. മൗലിക അവകാശങ്ങളിൽ നിന്ന് സ്വകാര്യ സ്വത്തിനുള്ള അവകാശം എടുത്തുമാറ്റിയത് എത്രാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 44. കേരളത്തിൽ സൈനികാവശ്യത്തിന് ഉപയോഗിക്കുന്ന വിമാനത്താവളം? കൊച്ചിയിലെ വെല്ലിംഗ്ടൺ.